ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അസുരൻ്റെ കുഞ്ഞിപ്പെണ്ണ് സ്റ്റോറി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തുടർന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഇന്ന് 10ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഞാൻ ഒരു 5 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോറിയുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കുറച്ച് ഇഷ്യൂയിലായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം ഒരാൾ മതി, നമ്മുടെ മൂഡ് തന്നെ ചേഞ്ച് ചെയ്യാൻ ഒരാൾ മതി. എന്താണ് സ്റ്റോറി? അപ്പം ഇപ്പോൾ ഒരു പാർട്ട് കണ്ടുകൊണ്ട് അത് കോപ്പിറൈറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം നമ്മൾ കണ്ടാൽ മതി. ബാക്കിയുള്ളവർക്ക് ഒരിക്കലും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ അവർക്കാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നവരായിരിക്കും. പക്ഷെ നമുക്കും എഴുതുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത്. എന്തിനാ നിങ്ങൾക്ക് എന്താ പറയുന്നത്? കോപ്പിറൈറ്റ് ആണെങ്കിൽ ഓക്കെ ചേച്ചി, ഇത് കോപ്പിറൈറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് റിപ്പോർട്ട് അടിക്കാം. ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ആണെങ്കിൽ പറയാം ചേച്ചി ഇത് കോപ്പിറൈറ്റ് ആണ്. നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാം ചേച്ചി കോപ്പിറൈറ്റ് ആണ്, ഇത് ഞങ്ങൾ വേറെ ഒരിടത്ത് കണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറയാം. ആദ്യത്തെ ഒരു പാട്ട് കണ്ടുകൊണ്ട് ഇത് കോപ്പിറൈറ്റ് ആണെന്ന് പറയാൻ എങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥകളെല്ലാം കഥകളെല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. അതിനകത്ത് സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം പേരൊക്കെ വ്യത്യാസമായിരിക്കും. പല കഥകളും കോൺട്രാക്റ്റും അതുപോലെ ലവും ഒക്കെ ആയിട്ടുള്ള സ്റ്റോറീസാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടാം. ചേച്ചി ഇതിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇത് ഇവിടെ കണ്ടിട്ടുണ്ട് ചേച്ചി, ഇത് കോപ്പിയാണ് എന്ന് നമുക്ക് മാന്യമായിട്ട് പറയാം. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് 48 പേരും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് എനിക്കത് ഭയങ്കരമായിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അപ്പം അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. 1 മണിക്കൊക്കെ ഇരുന്നിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങൾ കണ്ടു ചേച്ചി, ഞങ്ങൾ ഇതുപോലെ കണ്ടു, ഞാൻ വായിച്ചു, ഞങ്ങൾ ഇതുപോലെ കണ്ടു, കോപ്പിയാണ്, ഓക്കെ, തീർന്നു. അപ്പം നമുക്കതിനകത്ത് എന്തെങ്കിലും ചേഞ്ച്. ഞാൻ എഴുതിയ കഥ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇത്ര വായ്പ, എനിക്കിനിയിപ്പം പേര് മാറ്റണമൊന്നും എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എനിക്കതൊന്നും പറ്റത്തില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കഥ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കഥയ്ക്ക് ഒരു പേര് തന്നെ കാണാം. അല്ലെങ്കിൽ ആൾക്കാരുടെ പേര്, ക്യാരക്ടേഴ്സിൻ്റെ പേര് തന്നെ ഒന്നായിരിക്കാം. അങ്ങനെയൊക്കെയാണ്. അത് മനസ്സിലാക്കുക നിങ്ങൾ. അത് എന്താണ് കഥയെന്ന് കേട്ടതിന് ശേഷം കോപ്പിയാണോ അല്ലയോ, അല്ലാതെ ഒരു പാട്ട് കണ്ടോണ്ട് അയ്യോ കോപ്പിയാണ്, അതും ഒരാളെ അല്ല ബാധിക്കുന്നത്, രണ്ട് പേരെ ബാധിക്കുന്നത്. എന്തിനാ വെറുതെ മാന്യമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ. ഞാൻ ആ കൊച്ചിന് ഒരിക്കലും അതിന് റിപ്ലൈ കൊടുത്തില്ല. ഒരു കൊച്ചെങ്ങാണ്ടത് വിഷയമായത്. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനതിനൊന്നും എതിര് പറയുന്നില്ല. ചേച്ചി അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറ. എന്തിനാ ചുമ്മാതെ മനുഷ്യനെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരാളടുത്ത് സംസാരിക്കരുത്. ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇത് ഒരുപാട് പേര് കേൾക്കുന്നതാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾ കാരണം ഒരാൾക്കല്ല, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. ചേച്ചി ഇത് കോപ്പിയാണ്, ചേച്ചി ഇതിനകത്ത് മാറ്റം വരുത്തണം, അങ്ങനെ പറഞ്ഞ് നമുക്കത് ഒരിതുണ്ട്. ഞാൻ ആ കൊച്ചിനെ പേടിച്ചിട്ടൊന്നുമല്ല ഞാനത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പം ഈ 48 പേർക്ക് നമുക്ക് സ്റ്റോറി ഇടേണ്ടതാണ്. ഒരാൾ കാരണം അല്ല 2 പേര് കാരണം വേറെ ഒരാൾക്കും ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര നാളുമായിട്ട് ഇവരൊന്നും കണ്ടിട്ടില്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഒരു ചാനലിലല്ല, എല്ലാ ചാനലിലും ഒട്ടുമിക്ക സ്റ്റോറി കഥ എഴുതുന്നവരായാലും കഥ ഇടുന്നയാളും ചാനലായാലും ഉള്ള ഒരു ബുദ്ധിമുട്ടാണിത്. ഒരാൾ കാരണം നമുക്ക്
ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു രീതിയിൽ ആ കൊച്ചിനെ ഒരിക്കലും ഞാൻ മോശമായിട്ട് ഞാൻ ഒരു വേർഡ് പോലും ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ അതിനെ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതുവരെയായിട്ട് ഞാൻ അതിന് ഒരു റിപ്ലൈയും കൊടുക്കാതെ ഞാൻ അതിനെ റിപ്പോർട്ട് അടിച്ച് കളയുക ചെയ്തത്. മോള് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. മോൾക്ക് മോള് പേഴ്സണലായിട്ട് നമുക്ക് രണ്ടുപേർക്ക് തമ്മിൽ അറിയുക കൂടിയില്ല. അപ്പോൾ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ ഇടുക. ചേച്ചി ഇങ്ങനെയാണ്, ഈ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റോറി മാറ്റണം, ഇത് ചേഞ്ച് വരുത്തണം. നമുക്ക് ചേഞ്ച് വരുത്താം. എനിക്ക് തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ എഴുതിയിട്ടുള്ള സ്റ്റോറി ആകുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഈ അസുരൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഞാൻ എഴുതിയതാണ്. എൻ്റെ കയ്യിൽ കോപ്പി ഇരിപ്പുണ്ട്. ഞാൻ ഈ 10ാമത്തെ പാർട്ട് ഞാൻ എഴുതുന്നതാണ്, ഞാനത് ഇട്ടതാണ്. എവിടെ പോയി നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇട്ടിട്ടില്ല, ഒരിടത്തും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും പോയി നോക്കിക്കോ. ക്യാരക്ടറല്ലേ ഒന്നാണ്, അല്ലെങ്കിൽ എന്താ പേരൊന്നാണ്. ഇങ്ങനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ? ഞാൻ ഇതാവത്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കിപ്പോൾ ലോവൻ്റെ എക്സാമാണ് ഉള്ളത്, 13, 14. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അത് ഒരാൾക്ക് മാത്രമല്ല, നമുക്ക് അതിനോടുള്ള ഇതും കൂടെ അങ്ങ് പോകും, താല്പര്യം കൂടെ കുറഞ്ഞു പോകും. ഒരാൾക്കല്ല, ഇത്രയും ഒരാൾക്ക് ഒരു വിഷയമുള്ളൂ, ബാക്കി ഒരു കൊച്ചുങ്ങൾക്കും കുഴപ്പമില്ല. അത് ആലോചിച്ച് നോക്കി. ഞാൻ അത്രയും മോളെ ഒരിക്കലും കുറ്റം പറയാവല്ല. മോള് ചെയ്തത് തെറ്റാ, മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മോള് റിപ്പോർട്ട് അടിക്കുക. അല്ല ചേച്ചി ഇത് തെറ്റാണ്, ചേച്ചി ഇതുപോലെ കഥ വേറെ കണ്ട് എന്ന് മോള് പറ. എനിക്ക് മോളെ എൻ്റെ എല്ലാ കഥയ്ക്കകത്തും എനിക്ക് ഇടാൻ പറ്റത്തില്ലടാ. എനിക്ക് എല്ലാ കഥയിലും ഞാൻ എഴുതിയാന്ന് പറഞ്ഞ് എനിക്ക് ഇടാൻ പറ്റത്തില്ല കുഞ്ഞെ. നീ അതാദ്യം ആലോചിക്കുക. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മോൾക്ക് താല്പര്യമില്ല, മോള് കാണണ്ട. വേറെ ഒരാളോടും ഇല്ല ഞാൻ പറയുന്നത്. ആ കൊച്ചിൻ്റെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ, 1, 2. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ പറയാനുള്ളത്, മോളെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, മാന്യമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അപ്പം ഞാൻ മോളേനെ വിളിച്ചിട്ടല്ലേ, മോൾ എന്തൊക്കെ ഇന്നലെ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ സ്നേഹത്തോടെ പറയാം, നിൻ്റെ പ്രായത്തിൻ്റെ ഇതായിരിക്കാം. അപ്പം ഞാൻ ആ സ്നേഹത്തോടെ നമുക്ക് ഇത്രയും സമയം കാരണം ഇത്രയും സമയം നമുക്ക് ഇത്രയും പോയി കിട്ടി. മോളെ ഒരാളോട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം, അത് മനസ്സിലാക്കണം. ഈ ഇത്രയും ഒരു പാർട്ട് കൊടുക്കേണ്ട സമയത്ത് കുഞ്ഞ് ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കിയത് തെറ്റാണ്. എന്തിനാ വെറുതെ മറ്റൊരാൾ അയക്കുന്ന മെസ്സേജിന് ഒന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. മോൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറ, എനിക്കത് ചെയ്യാൻ തിരുത്താനുള്ള ഇതുണ്ട്. നമുക്കിനി അസുരൻ്റെ കുഞ്ഞിപ്പെണ്ണിലേക്ക് പോകാം. ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ പറ. നിങ്ങൾക്ക് മെസ്സേജ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഒരാളുടെ അതിനകത്ത് കയറി നിങ്ങൾ മെസ്സേജ് ഇടേണ്ട കാര്യമില്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് അത്രയും കഷ്ടപ്പാട് കണ്ടോണ്ടല്ലേ നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഒരു പാർട്ട് കൊടുക്കേണ്ട സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരുപാട് ഞാൻ പറഞ്ഞു പോയി, സോറി. അത്രയും വിഷമം കൊണ്ടാണ്, ഒന്ന് മനസ്സിലാക്കണേ. നമുക്ക് കഥയിലേക്ക് പോകാം. ഞാൻ എഴുതിയ സ്റ്റോറി തന്നെയാണ്. ഇതെവിടെ ചെന്ന് നിങ്ങൾ നോക്കിക്കോ, ഒരിടത്തും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കത്തില്ല. എനിക്കുണ്ടെങ്കിലും ഞാൻ ഒരു പ്ലാറ്റ്ഫോമും ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ അങ്ങനെ ഒന്നിനും ഞാൻ ഇട്ടിട്ടില്ല. എവിടെ ചെന്ന് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സ്റ്റോറി കിട്ടത്തില്ല. ഞാൻ ഉറപ്പ് ഞാൻ പറയുക. എനിക്ക് ക്യാരക്ടർ ഒന്നും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എനിക്ക് സ്റ്റോറിയുടെ പേരും തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോറിയിലേക്ക് പോവാം. അസുരൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഭാഗം 10. അവൻ്റെ ശബ്ദമുയർന്നതും അവൾ പേടിച്ച് അടുക്കളയിലേക്ക് ഓടി. അതെന്നും അങ്ങനെയാണല്ലോ. അവനൊന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ താൻ പേടിച്ച് തല താഴ്ത്തി കളയും, അതുപോലെ കണ്ണ് നിറച്ച് കളയും. അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് പേടിയോടെ കിച്ചൺ സ്ലാബിൽ പിടിമുറുക്കി. ഇനി താൻ എന്ത് ചെയ്യും? അവൻ തന്നെ ഉപദ്രവിക്കുവോ? ഇവിടെ നിന്ന് ഇറക്കി വിടുവോ? താൻ എങ്ങോട്ട് പോകും? തന്നെ ദൈവങ്ങൾ പോലും കൈ ഒഴിഞ്ഞോ? വേദനയോടെ അവൾ ചിന്തിച്ചു. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ കുഞ്ഞിപ്പെണ്ണ് നന്നായി പേടിച്ചിരുന്നു. അതൊരലർച്ചയായിരുന്നു. അവൻ്റെ അലർച്ച കേട്ടതും അവൾ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് വിറച്ചുപോയി. അവൻ വിളിച്ചിട്ട് കേൾക്കാതെ നിൽക്കുന്നവളെ കണ്ട് അവന് പിന്നെയും ദേഷ്യം വന്നുപോയി. ഇനിയും താൻ ഇങ്ങനെ മൗനമായി നിന്നാൽ പിന്നെയും അവൻ തല്ലിപ്പോകുമെന്ന് പേടിച്ച് അവൾ പേടിയോടെ തിരിഞ്ഞു നിന്ന് തല താഴ്ത്തി നിന്നു. അവനൊരു നിമിഷം എല്ലാം വിസ്മരിച്ച് അവളെ നോക്കി നിന്നുപോയി. ധാവണിശാൽ തുരുത്തു പിടിച്ച് അവൾ പേടിയോടെ തല താഴ്ത്തി നിൽക്കുവാണ്.
കരിയെഴുതിയ കണ്ണുകൾ നിറയുന്നുണ്ട്. അവ കണ്ണുനീരിന്റെ വലമെന്നോണം ചെറുതായി പടർന്നിട്ടുമുണ്ട്. പേടിയോടെ അവൾ കണ്ണുനീർ തുടച്ചു മാറ്റുന്നുമുണ്ട്. ചുണ്ടുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ട്. അവൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുപോയി. തന്നെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ട് അവന് ദേഷ്യം വന്നുപോയി. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവളുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് തന്നെ ഒരു വിരൽ കൊണ്ട് താടിത്തുമ്പ് പിടിച്ചുയർത്തി. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്? അവൾ അതിനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. ഡി, നിന്നോടാ ചോദിച്ചേ? അത് പിന്നെ സാറ് വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുതെന്ന് എങ്ങനെയൊക്കെയോ വിക്കി അവൾ പറഞ്ഞു. നിനക്ക് വിക്കലുണ്ടോ? ഇല്ല. മറുപടി പറയാതിരുന്നാൽ അവൻ ഇനിയും ദേഷ്യപ്പെടുമെന്ന് കരുതി അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ വരുമ്പോ നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടല്ലേടി ഞാൻ പോയത്? ആണോന്ന് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. നേരത്തെ ഡെവിയുടെ മുന്നിൽ ചമ്മി നിന്നതും താൻ ദേഷ്യപ്പെടുമ്പോൾ ഡെവി അവളോട് ചിരിച്ച് സംസാരിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ ജയ്ക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേടി? താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വന്നപ്പോൾ അവൻ പിന്നെയും അലറി. അവന്റെ അലർച്ച കേട്ട് അവൾ പേടിച്ചു പോയിരുന്നു. അതേ പേടിയോടെ അവൾ മുഖമുയർത്തി കണ്ണു നിറച്ച് അവനെ നോക്കി. അതുകൂടി കണ്ടപ്പോൾ ജയ് ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ ശക്തിയോടെ കുത്തിപ്പിടിച്ചു. ആ സ്ത്രീ കരഞ്ഞുപോയി. അവൾ വേദനയോടെ ശബ്ദമുയർത്തിപ്പോയി. അപ്പ നിന്റെ വായി നാക്കുണ്ടല്ലേടി? ഞാൻ കരുതി കുഴലിട്ട് നോക്കണമെന്ന്. ജയ്, നീ എന്തോ കാണിക്കുന്നേ? കൊച്ചിനെ വിട്ടേ. പുറത്തുപോയ ഡെവി കാണുന്നത് മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജയ്യെയാണ്. അവൻ ജയ്യെ ദേഷ്യത്തോടെ നോക്കി. ജയ് സ്ത്രീയെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി വേച്ചു പോകാൻ നിന്നവളെ ഡെവി താങ്ങിപ്പിടിച്ചു. ജയ്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, ഡെവി ദേഷ്യത്തോട് അവനോട് പറഞ്ഞ് സ്ത്രീയെ നേരെ നിർത്തി. മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? അവൻ അലിവോട് അവളോട് ചോദിച്ചു. ഇല്ല ചാച്ച, കണ്ണീരിന്റെ ഇടയിലും ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ ഇതുകൂടി ആയപ്പോഴേക്കും ജയുടെ സകല നിയന്ത്രണവും തെറ്റിയിരുന്നു. ഡെവി, നീ എന്റെ ഫ്രണ്ടാണ്. എന്നെ കണ്ടതിന് ശേഷമാണ് നീ ഇവളെ കണ്ടത് തന്നെ. ജയ് ദേഷ്യത്തോടെ മുരുണ്ടു. 2 ദിവസം ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് നീ ഇവനെ നിന്റെ സൈഡാക്കി എനിക്ക് നേരെ തിരിക്കുന്നോടി. ജയ്, സൂക്ഷിച്ച് സംസാരിക്കണം. അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായേ? കുറെ നേരമായി. നിനക്ക് എന്താടാ? വല്ല ബാധയും കയറിയോ നിന്റെ ദേഹത്ത്? ഡെവി കുറച്ച് ദേഷ്യത്തോട് അവനോട് ചോദിച്ചു. ഇവരുടെ സംസാരം കേട്ട് സ്ത്രീക്ക് ആകെ വിഷമമായി. താൻ കാരണമല്ലേ ഇവരിങ്ങനെ വഴക്കിടുന്നേ? തൻ്റെ ഒരു നശിച്ച ജന്മമാ. ആർക്കും ഒരു ഉപകാരമില്ലാതെ, സ്വന്തം അച്ഛനും ചേട്ടന്മാർക്കും പോലും വേണ്ട തന്നെ. അവൾ വേദനയോടെ ഓർത്തു. ഡെവി വീണ്ടും തുടർന്നു. ജയ്, നിനക്ക് പാവങ്ങളോടൊക്കെ പുച്ഛമാണ്, എനിക്കത് നന്നായി അറിയാം. പക്ഷെ ഇത് ശരിയല്ലടാ. ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയത്തേക്കാൾ ഇളയ കുട്ടിയല്ലേ ഇവൾ. ഇവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോടാ? ഡെവി, മതി, നിർത്ത്. കുറെ നേരമായി. ഇവൾ ആരാടാ നിന്റെ? ഇവളെ പറയുമ്പോൾ നീ എന്തിനിങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ? ഞാനാണ് നിന്റെ ഫ്രണ്ട്, നീ അത് മറന്നു പോകുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഡാ അടങ്ങ്. കുറെ നേരമായി. ഇവൾ എന്റെ പെങ്ങളാടാ. അല്ലാതെ നീ ചിന്തിക്കുന്ന അത്രയും തരം താഴ്ന്നിട്ടില്ല ഞാനും എന്റെ പെങ്ങളും. പിന്നെ ഒരു അമ്മ പ്രസവിക്കണം എന്നില്ല സ്വന്തം പെങ്ങളാക്കാൻ. ഡെവി ജയ്യോടായി പറഞ്ഞു. ഡാ ഡെവി, നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാൻ നിന്നെ പറ്റി അല്ല പറഞ്ഞത്, ഇവളെ പറ്റിയാണ്. കണ്ണീരും കൈയും കാണിച്ചു മയക്കാൻ ഇവളെ കഴിഞ്ഞ് വേറെ ആരുമില്ല. മതി ജയ്, എന്റെ പെങ്ങളെ കുറിച്ചാണ് നീ പറയുന്നത് എന്ന് ഓർക്കണം. അവൻ വിരൽ ചൂണ്ടി ഒരു താക്കീതോടെ അവനോട് പറഞ്ഞു. ഡാ ഡെവി, നിനക്ക് എന്നേക്കാൾ വലുതാണോ ഈ പീറപ്പെണ്ണ്? ജയ് അവളെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് വലുതും ചെറുതും ഒന്നുമില്ലടാ. ശരി എവിടെയാണോ അവിടെ നിന്നിട്ടേ ഉള്ളൂ ഞാൻ എന്നും. എനിക്കൊന്നും അറിയണ്ട ഡെവി. ഇവളെ ഒരു നിമിഷം പോലും ഇവിടെ കണ്ടുപോകരുത്. എനിക്ക് ജന്തുവിനെ കാണുന്നത് തന്നെ കലിയ. ദേഷ്യത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയിലായി ജയ്. എന്നാൽ ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീ. ഡെവി എന്തോ പറയാൻ വന്നതും അതുവരെ മിണ്ടായിരുന്ന ശ്രീ, സർ, ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത്? സാറിനെ പോലെ ഞാനും പെട്ടതല്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും സാറിനോട് ചെയ്തിട്ടില്ല. ഇങ്ങനൊന്നും പറയല്ലേ സാർ. കണ്ണീരോടെ തൊഴുകൈയോടെ ശ്രീ അവനോട് അപേക്ഷിച്ചു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിലാണ് അവനോട് അവൾ പറഞ്ഞത്. ഒരു നിമിഷം തൻ്റെ മുന്നിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ആ കൊച്ചു പെണ്ണിനെ അവൻ നോക്കി നിന്നുപോയി. അവൻ ശാന്തമാകുന്ന പോലെ ഡെവിക്ക് തോന്നിയതും
ജയ് അവന്റെ തോളിൽ ഒന്ന് തട്ടി അവനെ വിളിച്ചു. അപ്പോഴാണ് അവളിൽ നിന്ന് നോട്ടം മാറ്റിയത്. ഡാ, അവളെ ഒന്ന് നോക്കിയേടാ, എന്ത് പാവാടാ ശ്രീ. നിനക്ക് എങ്ങനെ തോന്നുന്നടാ ആ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറയാൻ? കഷ്ടമുണ്ടടാ. നിനക്കിഷ്ടമല്ലാതെ ആയാലും ഏത് സാഹചര്യത്തിലായാലും നീ താലി കെട്ടി സ്വന്തമാക്കിയ നിന്റെ ഭാര്യയല്ലേടാ? ദേവി ഒരു മയത്തോടെ അവനോട് ചോദിച്ചു. ഒരു ഭാര്യ? ഇവളെ പോലൊരു ദരിദ്രവാസിയാണോടാ ഭാര്യ? പിന്നെ ഒരു മഞ്ഞച്ചരട് താലി കെട്ടിയ ഭാര്യ ആകുമോ? ദാരിദ്ര്യം വിളിച്ചു പറയുന്ന മോന്ത കണ്ടാലും മതി. പിന്നെ രജിസ്റ്റർ മാരേജ് ഒന്നും കഴിഞ്ഞില്ലല്ലോ ഭാര്യയാകാൻ. ജയ് പുച്ഛത്തോടെ പറഞ്ഞു. ഈ കഴുത്തിൽ കെട്ടി ചരട് പൊട്ടിച്ചങ്ങ് കളഞ്ഞേക്കാം. അപ്പൊ പിന്നെ എന്തടിസ്ഥാനത്തിൽ നിൽക്കുന്നീ? ജയ് അവളുടെ നേരെ നടന്നുകൊണ്ട് പറഞ്ഞു. ജയ്, ഡാ വേണ്ടടാ, നീ തെറ്റാടാ ചെയ്യുന്നത്. ദേവി പറഞ്ഞുകൊണ്ട് അവനെ തടയാൻ നോക്കി. പക്ഷേ അവൻ അതിന് കഴിഞ്ഞില്ല. നിന്റെ പ്രശ്നം എന്താടി? ഈ മഞ്ഞച്ചരടാണോ? സർ പ്ലീസ് വേണ്ട, ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ, ദയവ് ചെയ്ത് പൊട്ടിക്കല്ലേ. അവൾ താലിയെ മുറുക്കി പിടിച്ചുകൊണ്ട് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ അത് വകവയ്ക്കാതെ അത് പൊട്ടിക്കാനായി ആഞ്ഞു. ഒരു സാധാരണ പെണ്ണായ അവൾക്ക് താലിയിലും വിവാഹബന്ധത്തിലും വിശ്വാസം കൽപ്പിക്കുന്ന അവൾക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവൾ അവനെ തള്ളി മാറ്റി. ദേവി അത്രയും നേരം വേദനയോടെ ഇതൊക്കെ കാണുകയായിരുന്നു. പക്ഷെ ജയുടെ ഈ പ്രവൃത്തി അവനെ ദേഷ്യത്തിലാഴ്ത്തി. ജയ് മതി, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഇവൾ ഇവിടെ നിൽക്കരുത്, അത്രയുമുള്ളല്ലോ. ഞാൻ കൊണ്ടുപോകുക എൻ്റെ പെങ്ങളെ. നിനക്ക് ശല്യമായി അവൾ ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിപ്പെങ്ങളായി. ചാച്ച, അവൾ വേദനയോടെ അവനെ വിളിച്ചു. മതി മോളെ, നീ എന്തിനിങ്ങനെ സഹിക്കുന്നേ? നിന്നെ വിലയില്ലാത്ത വീട്ടിൽ എന്തിൻ്റെ പേരിലായാലും നിനക്ക് നിൽക്കണോ മോളെ? ദേവി അലിവോടെ അവളോട് ചോദിച്ചു. ചാച്ച, നിനക്കെന്നെ വിശ്വാസമാണോ മോളെ? നീ എന്നെ നിന്റെ സഹോദരനായി കാണുന്നെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം. എൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം. അവൾ നിറകണ്ണുകളോടെ തലയാട്ടി. ജയ്ക്ക് അവളെ ഇഷ്ടമല്ലെന്നായിരുന്നു ദേവി ഇത്രയും നാൾ കരുതിയത്. പക്ഷെ അവളോട് ഇത്രയും വെറുപ്പാണെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല. അവൻ അവളോട് പാവം തോന്നി, സഹതാപം തോന്നി. ആ കൊച്ചു പെണ്ണിന്റെ മുന്നിൽ നിന്ന് അവൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് പോലും അവൻ പ്രതീക്ഷിച്ചില്ല. ദേവിക്ക് ജയയുടെ പെരുമാറ്റം എന്തോ വല്ലാത്ത വേദന തോന്നി. പാവം കുഞ്ഞല്ലേ അവൾ. അവളുടെ മനസ്സിൽ താങ്ങാൻ കഴിയുമോ ഈ വേദന? ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവളുടെ നിറകണ്ണുകൾ കാണെ ദേവിയിൽ എന്തോ വല്ലാത്ത നീറ്റൽ പോലെ അവന് തോന്നി.